നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് ശശി തരൂർ. തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് കേരളത്തിൽ വലിയ റോളൊന്നുമില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം 17-അംഗ KPCC വർക്കിംഗ് കമ്മിറ്റിയിൽ തരൂർ ഇടം പിടിച്ചിരുന്നു. ഇതോടെ തരൂർ കോൺഗ്രസിന് മെരുങ്ങിയെന്ന് കരുതിയവർ തെറ്റി. വീണ്ടും കോൺഗ്രസിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്ന ശശി തരൂർ രാഹുൽ ഗാന്ധിയെയും കുടുംബത്തിനെയും കണക്കിന് വിമർശിക്കുന്നുണ്ട്. തരൂരിന്റെ വിമർശനങ്ങളെ മൈൻഡാക്കണ്ട എന്ന് കരുതിയാലും രാഹുലിന് നേരെയുള്ള ആക്രമണം പക്ഷേ പൊറുക്കാൻ സാധിക്കില്ല. നെഹ്റു കുടുംബത്തെ നേരിട്ട് ആക്രമിച്ചാണ് മുതിർന്ന നേതാവ് ശശി തരൂർ വീണ്ടും കലാപക്കൊടി ഉയർത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്നാണ് തരൂർ പറയുന്നത്. ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല. ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നും തരൂർ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുകയാണ്. മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടാറില്ല. കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യവുമില്ലെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുടുംബാധിപത്യത്തിന് അപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണമെന്നും കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണമെന്നും തരൂർ ആവശ്യപ്പെടുന്നു. BJP തുടർച്ചയായി കോൺഗ്രസിലെ കുടുംബവാഴ്ച ആയുധമാക്കുമ്പോഴാണ് അതേ അഭിപ്രായത്തെ ലേഖനത്തിലൂടെ തരൂർ വീണ്ടും BJPക്കൊപ്പം കൂടുന്നത്. മോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ എതിർത്തും മുൻപും തരൂർ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരത വിവരിച്ചും വിമർശിച്ചും തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനെ ഉലച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തു. മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെ ഞെട്ടിച്ചാണ് തരൂർ വിമത സ്വരം ഉയർത്തിയത്. സമാജ്വാദി പാർട്ടി, ശിവസേന, ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി, ശിരോമണി അകാലിദൾ, കാശ്മീരിലെ PDP, തമിഴ്നാട്ടിലെ DMK എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതി സ്ഥാപകൻ K. ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ചാവകാശ പോരാട്ടം നടക്കുകയാണ്. ഈ പ്രതിഭാസം ഏതാനും പ്രമുഖ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗ്രാമസഭകൾ മുതൽ പാർലമെന്റിന്റെ ഉന്നത തലങ്ങൾ വരെ ഇന്ത്യൻ ഭരണക്രമത്തിന്റെ ഘടനയിൽ ഇത് ആഴത്തിൽ വേരൂന്നിയതാണെന്ന് പറഞ്ഞാണ് തരൂർ BJPക്ക് കൈകൊടുത്തത്. കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞാണ് തരൂർ ലേഖനം അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ലേഖനം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നെഞ്ചത്താണ് പതിച്ചിരിക്കുന്നത്.